എന്താടി, ഞാൻ തന്ന കാശ് പോരാ എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അഴിഞ്ഞുലഞ്ഞ ചുരിദാർ നേരെയാക്കിക്കൊണ്ട് വാടിയ മുഖത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി തടിച്ച ശരീരം വിളക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ തിരക്കി. ഒന്നും പറയാതെ ഒരു പാവകണക്കെ നിർജീവമായി തലയാട്ടുന്നവളെ കണ്ടതും അയാൾ കയ്യിലിരുന്ന കാശ് അവയുടെ വലം കൈയിലേക്ക് വെച്ചുകൊടുത്തു. കാശ് കയ്യിൽ വെച്ച് കൊടുക്കുന്നതിനിടെ ഏതാനും നോട്ടുകൾ നിലത്തേക്ക് വീണതും അവൾ അതിലേക്ക് തുറച്ചു നോക്കി. തന്റെ കണ്ണുനീർ അതിനു മുകളിൽ വീണ് ചിതറുന്നത് കണ്ടവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. കട്ടിലിന് കീഴെ അല്പം മുൻപ് അയാൾ ഊരിയെറിഞ്ഞ കോണ്ടം കണ്ടവൾ നെടുവീർപ്പോടെ തന്റെ വലം കൈയിൽ ചുരുട്ടിപ്പിടിച്ച ഏതാനും നോട്ടുകളിലേക്ക് നോക്കി. എന്താടി, പറഞ്ഞ കാശ് മുഴുവനും ഇല്ലേ? നേർത്ത ശബ്ദത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടവൾ മുഖമുയർത്തി അയാളെ നോക്കി. നിന്റെ നോട്ടം കണ്ടപ്പോൾ ഞാൻ കരുതി പറഞ്ഞ കാശ് മുഴുവൻ നിനക്ക് കിട്ടിയില്ലയോ എന്ന്. അല്ല, ഇക്കാര്യത്തിൽ ഞാൻ വളരെ കണിശക്കാരനാണേ. പണിയെടുത്ത അതിന് തക്കതായ കൂലി കൊടുക്കണം. വഷളച്ചിരിയോടെ പറഞ്ഞുകൊണ്ടയാൾ വായിലെ മുറുക്കാൻ ജനാലയിലൂടെ പുറത്തേക്ക് നീട്ടിത്തുപ്പി. എന്തായാലും എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തു പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ചെയ്യും. അല്ല കൊച്ചേ, നിനക്ക് പ്രായപൂർത്തി ആയതാണോ? അല്ല, ഇനിയെങ്ങാനും പോയി കേസ് കൊടുത്താ പോക്സോയ്ക്ക് അകത്ത് കിടക്കേണ്ടി വരുമോ എന്നറിയാനാ? പുരുഷത്തോടെ ചോദിച്ചുകൊണ്ടയാൾ അവളെ തുറച്ചു നോക്കി. 20 കഴിഞ്ഞു. ആഹാ, അപ്പോൾ എൻ്റെ ഇളയ മോളുടെ പ്രായം. എന്തായാലും സാരമില്ല, നീ ഒരു ആറ്റം ചരക്ക് തന്നെയാ. സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് നിന്നെ വിളിക്കാം. നമുക്ക് ഇന്നലത്തെ പോലെ ഇവിടെ അങ്ങ് കൂടാ. പാതി നരച്ച മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ടയാൾ അവളെ അടിമുടി നോക്കി വെള്ളമിറക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നുകൊണ്ടവൾ അയാളെ നോക്കി നേർമയായൊന്ന് പുഞ്ചിരിച്ചു. നിലത്ത് അലക്ഷ്യമായി കിടന്ന ഷോളെടുത്ത് തോളിലിട്ട ശേഷം തൻ്റെ ബാഗുമായി അവൾ പുറത്തേക്ക് നടന്നു. റോഡിൽ അങ്ങിങ്ങായി തെളിഞ്ഞു നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന് ചുറ്റും ഈയാമ്പാറ്റകൾ കൂട്ടമായി പാറി നടക്കുന്നത് കണ്ടതും അവൾ പുച്ഛത്തോടെ തൻ്റെ കയ്യിലേക്ക് നോക്കി. താനടങ്ങുന്ന സമൂഹവും ഈയാമ്പാറ്റകളെപ്പോലെ പണത്തിനു ചുറ്റും വട്ടമിട്ട് പറക്കുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ടവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. വീട്ടിലേക്കുള്ള ഇടവഴി കയറിയതും ബാഗിൽ നിന്ന് ഫോൺ എടുത്തവൾ ടോർച്ച് ലൈറ്റ് തെളിച്ചു. വഴിയിൽ അങ്ങിങ്ങായി കിടക്കുന്ന ഹൻസിൻ്റെ പാക്കുകളും സിഗരറ്റ് കുട്ടികളും കണ്ടവൾ കാലുകൾ കൊണ്ട് അത് തട്ടിമാറ്റി വേഗത്തിൽ മുന്നോട്ട് നടന്നു. അല്പം മുൻപ് പെയ്ത മഴയുടെ അവശേഷിപ്പ് എന്നതുപോലെ വഴിയിൽ അങ്ങിങ്ങായി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചവിട്ടാതെ ഒരുവിധം വീടിൻ്റെ പടിക്കലെത്തിയവൾ ഉമ്മറത്തെ ലൈറ്റിട്ട ശേഷം ബാഗിൽ നിന്ന് ചാവിയെടുത്ത് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ചുമരിൽ തൂക്കിയ അച്ഛൻ്റെ ഫോട്ടോ കണ്ടവൾ കണ്ണു നിറച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. ഷവറിൽ നിന്നും ഒഴുകിയിറങ്ങിയ വെള്ളം നഗ്നമായി നിന്ന അവളെ ആകമാനം നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. എത്ര സമയം അങ്ങനെ നിന്നു എന്നറിയില്ല. ഫോണിൽ പുലർച്ചെ 4 മണിയുടെ അലാറം അടിച്ചതും അവൾ ഞെട്ടി ചുറ്റും നോക്കി. തൻ്റെ ശരീരത്തിൽ അങ്ങിങ്ങായി ചുവന്നു കിടക്കുന്ന പാടുകൾ കണ്ടവൾ അത് മറച്ചു പിടിക്കാനെന്നതുപോലെ ടവലെടുത്ത് ശരീരം ആകെ മൂടി. റൂമിൽ വന്നതും ബെഡിൽ കിടക്കുന്ന തൻ്റെ ID കാർഡ് കണ്ടതും അവളത് റൂമിൻ്റെ ഏതോ കോണിലേക്ക് വലിച്ചെറിഞ്ഞു. നിർത്താതെയുള്ള ഫോണിൻ്റെ റിങ് കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റ് ഫോണിലേക്ക് നോക്കി. അനന്യ എന്ന പേരു കണ്ടതും ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. ദിവ്യേ, നീ ഇത് എവിടെയാ? ഇന്ന് നിനക്ക് ഓഫാണെന്ന് പറഞ്ഞ് 2 ദിവസം മുന്നേ ഇന്ന് സിനിമയ്ക്ക് പോകണമെന്ന് കിടന്ന് കാറിയത് നീയല്ലേ? എന്നിട്ടിപ്പോൾ ഈ നട്ടപ്പൊരു വെയിലത്ത് നിന്റെ കാത്ത് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി. വൈകിട്ട് മഴയുമല്ലോ എന്ന് കരുതിയ രാവിലെ പോകാമെന്ന് വെച്ചത്. അനു, എന്താ എന്താ നിനക്ക് പറ്റിയത്? തളർച്ചയോടെയുള്ള അവളുടെ ശബ്ദം കേട്ടതും വെപ്രാളത്തോടെ അനന്യ ഫോണിലേക്ക് നോക്കി. വീഡിയോ കോൾ ബട്ടൺ പ്രസ് ചെയ്തും സ്ക്രീനിൽ തെളിഞ്ഞ ദിവ്യയുടെ തളർന്ന മുഖം കണ്ടവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നിനക്ക് വയ്യേ? എനിക്ക് ഒന്നും പറയാതെ കള്ളം ചെയ്ത കുട്ടിയെപ്പോലെയുള്ള അവളുടെ തത്തിക്കളി കണ്ടതും മറ്റൊന്നും പറയാൻ നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്ത് അതുവഴി വന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ദിവ്യയ്ക്കുള്ള കഞ്ഞി ഒരു പാത്രത്തിൽ അവൾ കരിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അനന്യ അവളെ സൂക്ഷിച്ചു നോക്കി. ഇനി പറ, എന്താ പറ്റിയത്? ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയാണെന്ന്. കേട്ടു. ഒരു സ്പൂൺ കഞ്ഞി കൂടെ കോരി വായിലേക്ക് വെച്ചുകൊണ്ടവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നിന്റെ ദേഹത്ത് മുറിവോ ചതവോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇൻഫെക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടെ നീയൊന്ന് പറഞ്ഞേ. അത് നീ തത്തിക്കളിക്കണ്ട, കാര്യം പറ. അത് കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. അയ്യോ, എന്നിട്ട് നിനക്ക് വല്ലതും പറ്റിയോ? വേവലാതിയോടെ അവൾ ദിവ്യയുടെ ദേഹമാസകലം കൈകൾ കൊണ്ട് പരതി. നീ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയില്ല. സ്കൂട്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുചെന്നിടേണ്ടി വന്നു, അത്രയുള്ളൂ. അനുവിൻ്റെ ചുമലിലേക്ക് പതിയെ ചാഞ്ഞുകൊണ്ടവൾ ഒന്ന് നെടുവീർപ്പിട്ടു. അനു,
ഞാനിന്നലെ ഒരാളുടെ കൂടെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ആരാ അയാൾ? കാര്യങ്ങളെല്ലാം നേരത്തെ അറിയാമെന്ന ഭാവത്തിൽ അവൾ തിരക്കി. വണ്ടി കൊണ്ടിട്ട ഗ്യാരേജിൻ്റെ ഓണർ. വണ്ടി കൊണ്ടിട്ട് തിരികെ വരാൻ നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണം പോലെ തോന്നി. അത് കണ്ടപ്പോൾ അയാളിരിക്കാൻ ഒരു ചെയർ തന്നത് വരെ എനിക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അയാൾക്കൊപ്പം ഞാൻ അവിടെയുള്ള ഒരു മുറിയിലായിരുന്നു. പറഞ്ഞുറപ്പിച്ചതാണെന്നും പറഞ്ഞ് അയാൾ കുറച്ച് കാശും എനിക്ക് തന്നു. ബാഗിൽ നിന്ന് അയാൾ നൽകിയ ക്യാഷ് എടുത്ത് അനുവിനെ കാണിച്ചതും ദേഷ്യത്തോടെ അവൾ ആ കാശ് വാങ്ങിച്ച് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം റൂമിന് വെളിയിലേക്ക് നടന്നു. അല്പസമയം എന്തോ ചിന്തിച്ച ശേഷം അവൾ അനാൻ എന്ന സേവ് ചെയ്ത നമ്പറിൽ ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. അല്പം കഴിഞ്ഞതും നെടുവീർപ്പോടെ കോള് കട്ട് ചെയ്തവൾ ചുമരിൽ തൂക്കിയ ദിവ്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി. അവളുടെ അമ്മ പ്രസവത്തിലേ മരിച്ചതാണ്. 2 വർഷം മുന്നേ ഒരു അറ്റാക്കിൻ്റെ രൂപത്തിൽ അച്ഛനും പോയി. അദ്ദേഹം ഉണ്ടായിരുന്ന സമയം വരെ ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കാതെ പൊന്നുപോലെയാണ് അവളെ കൊണ്ടു നടന്നത്. ആ അവൾക്കാണ് ഈ അനുഭവം ഉണ്ടായതെന്ന് ഓർത്തവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു കണ്ണിന് മുകളിൽ കൈവച്ചുകൊണ്ട് മലർന്നു കിടക്കുന്ന ദിവ്യയെ. അവളുടെ ദേഹത്തെ പുതപ്പ് ഒന്നുകൂടെ നേരെ ഇട്ടുകൊടുത്ത ശേഷം അനു ടേബിളിലിരുന്ന മരുന്നുകളിലേക്ക് നോക്കി. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിച്ചതും ഞെട്ടലോടെ അവൾ ദിവ്യയെ നോക്കി. ശബ്ദം കേട്ട് അവളും ഉറക്കമുണർന്നു എന്ന് കണ്ടതും അനു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അനുവിനൊപ്പം റൂമിലേക്ക് കയറി വന്ന ആളെ കണ്ടതും ദിവ്യ ഞെട്ടലോടെ അവരെ തുറച്ചു നോക്കി. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ ഞങ്ങൾക്കൊപ്പം വീട്ടിൽ വന്ന് നിൽക്കാൻ. അതിന് വയ്യെന്ന് പറഞ്ഞപ്പോൾ ദിവസവും ഞാൻ വന്ന് കൂട്ടാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനും വയ്യ. ഇതിപ്പോൾ ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റിയത് ആരെങ്കിലും അറിഞ്ഞോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ? വന്നപാടെ ദേഷ്യത്തോടെ തൻ്റെ നേരെ തട്ടിക്കയറുന്ന അനാനെ കണ്ടതും എന്തു പറയണമെന്നറിയാതെ അവൾ തളർച്ചയോടെ അനുവിനെ നോക്കി. നീ അവളെ നോക്കണ്ട. നിന്റെ അച്ഛനുള്ളപ്പോൾ തീരുമാനിച്ചതല്ലേ നമ്മുടെ വിവാഹം. അതിനി വൈകിപ്പിക്കുന്നില്ല. നാളെ തന്നെ അങ്ങ് നടത്താം. പിന്നെ ഈ വീട് വിട്ടുവരാനല്ലേ നിനക്ക് മടി? ഇനി അതൊരു കാരണമായി പറയാൻ നിൽക്കണ്ട. നമുക്കിവിടെ തന്നെ താമസിക്കാം എന്നു പറഞ്ഞുകൊണ്ടവൻ അനുവിനെ നോക്കി. നിന്റെ ഏട്ടത്തിയമ്മ എങ്ങനെ നോക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. എൻ്റെ പൊന്നേട്ടാ, ഇപ്പോഴാ നീ എൻ്റെ ചേട്ടനായത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവളെ ഞാൻ നോക്കിക്കൊള്ളാം. പുലർച്ചെ ഒരുങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി മുറ്റത്തേക്കിറങ്ങിയതും മുറ്റത്ത് പാർക്ക് ചെയ്ത് തൻ്റെ വണ്ടി കണ്ടതും ദിവ്യ സംശയത്തോടെ അനുവിനെ നോക്കി. ആ വർക്ക്ഷോപ്പ് ഇന്നലെ രാത്രി ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്ന് തോന്നുന്നു. കത്തി നശിച്ചു. അതിനകത്തുണ്ടായിരുന്ന ഓണറും അതിൽ പെട്ടുവെന്നാണ് കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുറ്റത്ത് നിൽക്കുന്ന തൻ്റെ ചേട്ടനെ നോക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.